തന്ത്രിയെ പ്രതിയാക്കിയത് പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, SIT അല്ല. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു? ആ ചോദ്യമൊന്നും നിങ്ങളിൽ നിന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ടീമില്ലല്ലോ. SIT ആണ് ഉള്ളത്. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരാളെ അംഗീകരിക്കുന്നുള്ളൂ, സിംഗിൾ ബെഞ്ച് ബദറുദ്ദീൻ സാറിനെ. ഡിവിഷൻ ബെഞ്ചിനെ അംഗീകരിക്കുന്നില്ല. നിഷ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന മാധ്യമത്തിൽ ശബരിമലയിലെ ഞാനൊന്ന് പറയട്ടെ, എന്നാ പിന്നെ നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ, അയോധ്യ സംഭാവന തട്ടിപ്പാണ് ചർച്ച ചെയ്തത്. 4 പേരുടെ ചർച്ചയിൽ നിങ്ങൾക്ക് ഇടപെടാൻ തോന്നാത്തതും എൻ്റെ ചർച്ചയിൽ ഇടപെട്ട് തോന്നുന്നു എനിക്ക് വിഷമമൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. 4 പേരുടെ ചർച്ച നിങ്ങൾക്ക് സുഖകരമായി മാറുമ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അസുഖകരമായി മാറുന്നതിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ബോർഡിനകത്ത് തുടർന്ന് വന്ന ബോർഡിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുമാണ് സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ ഞങ്ങൾ വെച്ചത്. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ശ്രീ പി കെ ഗോപൻ ഈ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നുള്ളതിന് മറുപടി പറയാം. ഒപ്പം ശ്രീ പി കെ ഗോപൻ, ഈ പ്രശാന്ത് ഈ വിവാദമുണ്ടായ കാലം മുതൽ പറയുന്ന അതേ കാര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൈവശമാണ് കൊടുത്തുവിട്ടത്, പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഈ ശബരിമലയിലെ വസ്തുവകൾ അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവും, എന്തിന് കുറഞ്ഞത് ദേവസ്വം മാനുവൽ പോലും അറിയാത്ത വ്യക്തിയാണോ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്? അതോ അദ്ദേഹം സ്ഥാനമേറ്റ് 1 വർഷത്തിന് ശേഷമാണ് ഇത് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നത്? അപ്പൊ ഈ നിഷ്കളങ്കതയൊക്കെ പൊതുസമൂഹത്തിന് വിശ്വാസം അതിൽ വരുമോ ശ്രീ ഗോപൻ? ശ്രീമതി നിഷയുടെ ചോദ്യമുണ്ട്. മറ്റ് 3 പേരുടെ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ നിഷയെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ശ്രീ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തെ സംബന്ധിച്ച് തന്ത്രിയെ ഒഴിവാക്കി കിട്ടിയാൽ മാത്രം മതി. വേറെ ആര് പ്രതിയായാലും പ്രതിയല്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നതിലെ വൈരുദ്ധ്യം എന്താ? തന്ത്രിയെ പ്രതിയാക്കിയത് പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, SIT അല്ല. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു? ആ ചോദ്യമൊന്നും നിങ്ങളിൽ നിന്നുണ്ടാവില്ല. അങ്ങനെ ഒരു ടീമില്ലല്ലോ. SIT ആണ് ഉള്ളത്. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷേ ഹൈക്കോടതിയിൽ അദ്ദേഹം ഒരാളെ അംഗീകരിക്കുന്നുള്ളൂ, സിംഗിൾ ബെഞ്ച് ബദറുദ്ദീൻ സാറിനെ. ഡിവിഷൻ ബെഞ്ചിനെ അംഗീകരിക്കുന്നില്ല. അപ്പം നമുക്ക് സൗകര്യമായിട്ട് ആരെങ്കിലും പറയുന്നെങ്കിൽ, അദ്ദേഹം പഞ്ചാഗ്നിമത്യെ തപസ്യ എന്നുള്ള പാട്ടൊക്കെ ഇവിടെ പറഞ്ഞു. കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന പിന്നാക്കക്കാർക്കെതിരായിട്ടുണ്ടായ ഒരു സിനിമയിലെ പാട്ടാണ് അത്. ഒരു വിഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്, അത് സിനിമയാണത്. ആ സിനിമയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സിനിമ രാഹുൽ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം എൻ്റെ പ്രിയ സ്നേഹിതനാണ്. ആ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് സിംഗിൾ ബെഞ്ചിൻ്റെ നിരീക്ഷണം മാത്രമേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളൂ, അല്ലാതെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇല്ല. തന്ത്രിയാണ് ഈ അനുജ്ഞ കൊടുക്കേണ്ട ആൾ എന്നുള്ളതും അറിയാം. തന്ത്രി ഈ കേസിൽ ഇപ്പോൾ പ്രതിയാണ്. അപ്പോൾ തന്ത്രിയെ പ്രതിയാക്കിയത് CPM ആണോ അതോ SIT ആണോ പ്രതിയാക്കിയത്? പ്രശാന്തിനെ പ്രതിയാക്കിയത് CPM ആണോ? പത്മകുമാറിനെ പ്രതിയാക്കിയത് CPM ആണോ? ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ലേ വരുന്നത്? അപ്പം നമുക്കിഷ്ടമുള്ള ഒരാൾ പ്രതിയായാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറയുക. ഞങ്ങൾ ഇവിടെ എടുക്കുന്ന സമീപനം എന്താ? പത്മകുമാറാണോ പ്രശാന്താണോ വാസു സാറാണോ ആരോ ആയിക്കൊള്ളട്ടെ, ഈ കേസിൽ അവർ ഉപ്പ് തിന്നിട്ടുണ്ടോ അവർ വെള്ളം കുടിക്കണം. ഇതാണല്ലോ ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഇവിടെ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ശ്രീ പഴകുളം മധു MLA അദ്ദേഹം ഇവിടെ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്താ? ഉന്നതന്മാരെ പ്രതിയാക്കണം. അദ്ദേഹം, ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയ കാര്യം, അദ്ദേഹം ഇപ്പോൾ കേവലം ഒരു കോൺഗ്രസ് നേതാവല്ല, ഒരു MLA കൂടിയാണ്. അദ്ദേഹം SITക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇന്ന ആളുകളെ പ്രതിയാക്കണമെന്ന്. ഇത്രയും കാലം അവർ അശ്രാന്തം പരിശ്രമിച്ചു. ഇപ്പോൾ ഗവൺമെൻറ് ആണല്ലോ, UDFൻ്റെ ഗവൺമെൻറ് ആണല്ലോ, SITയുടെ മേൽ സർക്കാരിന് എന്തെങ്കിലും ഇടപെടാൻ അവകാശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇടപെടാമല്ലോ. മാത്രമാണോ ഈ കേസിലെ പ്രതിയായ ആളിൻ്റെ വക്കീലിനെ എടുത്ത് കക്ഷത്ത് വെച്ചതിൻ്റെ ദുരന്തം നമ്മൾ കേരളത്തിൽ കണ്ടല്ലോ. അവസാനം അത് രാജിവെപ്പിക്കേണ്ടി വന്നല്ലോ. ആരാ ചെയ്തേ? മുഖ്യമന്ത്രി. ഇനി മുഖ്യമന്ത്രി നടത്തിയ രഹസ്യയാത്രയിൽ ഈ കേസിലൊരു പ്രതി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ആർക്കും ഒരു ചോദ്യവും ഇല്ല, അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഇനി കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ശബരിമല, ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രം. ഇതിൻ്റെ എത്ര 1000 ഇരട്ടിയുടെ കൊള്ളയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അയോധ്യയുമായി ബന്ധപ്പെട്ട്. എന്താ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത? എന്താ നമ്മുടെ വാർത്തകളിൽ അത് ചുരുങ്ങി പോകുന്നത്? 20,000 കോടി രൂപ. അത് കേവലമായ പൈസ മാത്രമല്ല, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ഉപയോഗിച്ച് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വെള്ളിക്കട്ടികൾ വാങ്ങിച്ച്, അവരുടെ പ്രതിനിധിയായിട്ട് അവരുടെ നിന്ന് പണം വാങ്ങിച്ച്, 1000കണക്കിന് കോടി രൂപ വാങ്ങിച്ച് ഗവൺമെൻറ് മുൻകൈ എടുത്തൊരു ക്ഷേത്രം ഉണ്ടാക്കി. ആ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരെ ഭാരവാഹികളാക്കി വെച്ച്, ആ ഭാരവാഹികൾ അവരുടെ വിശ്വസ്തരെ പണമെണ്ണാനേൽപ്പിച്ച്, അങ്ങനെ കോടാനുകോടി രൂപ തട്ടിയെടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ കൊള്ളയായി മാറിയിരിക്കുന്ന ചമ്പൽ കൊള്ളയേക്കാൾ വലിയ കൊള്ള നടത്തിയ ചമ്പത് റായിയെക്കുറിച്ച് നമുക്ക് ചർച്ചയില്ല.
അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആരാധനാലയല്ലേ പ്രശ്നം, ആരാധനാലയത്തിലെ പൊതുമുതലല്ല പ്രശ്നം, നമ്മളെ സംബന്ധിച്ച് പൊളിറ്റിക്സ് മാത്രം. പക്ഷേ ഞങ്ങൾ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം, എങ്ങനെയാണ് PS പ്രശാന്തിന് ദേവസ്വം മാനുവലും ഹൈക്കോടതി ഉത്തരവൊന്നും നിങ്ങളുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ പങ്ക് ഞാൻ കാണുന്നുണ്ട്. കയ്യിൽ കൊടുത്തിട്ടില്ല. അല്ല ശ്രീ നിഷ, ദേഷ്യം വന്നിട്ട് കാര്യമില്ല. നിഷ ദേഷ്യം വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന മാധ്യമത്തിൽ ശബരിമലയിലെ, അല്ല ഞാനൊന്ന് പറയട്ടെ, എന്നാ പിന്നെ നിങ്ങൾ പറ. ഞാനൊന്ന് പറയട്ടെ, അയോധ്യ സംഭാവന തട്ടിപ്പാണ് ചർച്ച ചെയ്തത്. ശ്രീമതി നിഷ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മോശപ്പെട്ട ഒരു ഭാരവാഹിത്വ സ്ഥാനമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രസിഡന്റ് പ്രതിയായത് 5 കോളം വാർത്തയും അയോധ്യയിലെ 1 കോളം വാർത്തയായിട്ട് ഒരു പ്രമുഖ പത്രത്തിൽ വന്നാൽ എങ്ങനെ അതിനെ കാണണം? തെളിവ് സഹിതം വെക്കാമല്ലോ, ഞാൻ ഇന്നത്തെ തന്നെ വെക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാവുന്നത് 5 കോളം വാർത്ത, അയോധ്യയിലെ 20,000 കോടിയുടെ വാർത്ത 1 കോളം. ഒരേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നേ. നമ്മൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം, തെറ്റായ രാഷ്ട്രീയം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അത് ആ മെസ്സേജ് ഒന്നാമത്തെ വാർത്തയായിരുന്നു ശ്രീ ഗോപൻ. പക്ഷെ താങ്കൾ ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും അത് വരണം, ശബരിമല സ്വർണ്ണക്കുള്ള 1 കോളം വാർത്തയായി മാറണം, എല്ലാ ദിവസവും അയോധ്യ ആവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാർത്ത കൊടുക്കാൻ പറ്റില്ലല്ലോ. അയോധ്യ മുൻപേജും 5 കോളവും വാർത്തയും ലേഖനങ്ങളും ശബരിമല കൊള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, താങ്കൾ പത്രത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മലയാള മനോരമയാണ് അയോധ്യ വിഷയത്തിൽ എഡിറ്റോറിയൽ എഴുതിയ പത്രം. താങ്കൾ അതുകൂടി മനസ്സിലാക്കണം. ഞാൻ മനോരമയുടെ പേര് പറഞ്ഞില്ല ശ്രീമതി നിഷ. നിങ്ങൾ പിന്നെ എന്നെ കണ്ടാ കിണ്ണം കെട്ടാൻ തോന്നുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ എന്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് 6-7 വർഷമായിട്ട് ശബരിമല വാർത്ത നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. അയോധ്യ ഒരു വർഷമായിട്ട് തട്ടിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയ പത്രമാണ് ഞങ്ങളുടേത്. ഒരുപക്ഷെ മറ്റു വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നില്ല. 4 പേരുടെ ചർച്ചയിൽ നിങ്ങൾക്ക് ഇടപെടാൻ തോന്നാത്തതും എന്റെ ചർച്ചയിൽ ഇടപെട്ട് തോന്നുന്നു എനിക്ക് വിഷമമൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. 4 പേരുടെ ചർച്ച നിങ്ങൾക്ക് സുഖകരമായി മാറുമ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അസുഖകരമായി മാറുന്നതിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ശബരിമല വാർത്ത ഫസ്റ്റ് പേജും സെക്കൻഡ് പേജുമായിട്ട് വന്നുകൊണ്ടിരിക്കുക. CPMന്റെ പ്രതിനിധിത്വത്തിൽ ഞാൻ ഉൾപ്പെടെ CPMന്റെ എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകരും വലിയ നേതൃത്വം ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഏത് തരത്തിലുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഈ കാര്യത്തിൽ കേട്ടോ. നിങ്ങൾ നേരത്തെ അനന്തഗോപൻ സാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? CPMന്റെ പത്തനംതിട്ടയിലെ പ്രമുഖ നേതാവാണ് അദ്ദേഹം. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആളാണ്. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ കൃത്രിമപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ഇരുന്നതാണ്. ഗവൺമെന്റിന് അവകാശമുണ്ട് ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് വെക്കാൻ. CPMന്റെ ഒരു പ്രവർത്തകനെ വെച്ചാൽ മതി. ഞങ്ങൾ എന്തിനാണ് ജയകുമാർ സാറിലേക്ക് പോയത്? ആ ബോർഡിനകത്ത് തുടർന്ന് വന്ന ബോർഡിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനുമാണ് സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ ഞങ്ങൾ വെച്ചത്. ഞങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഉന്നതന്മാർ, ഞങ്ങൾ ദേവസ്വം ബോർഡിന് സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക സഹായം ഗവൺമെന്റിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ ചെയ്യുന്നതല്ലാതെ ഗവൺമെന്റ് ബോർഡിനെ ഏൽപ്പിച്ചാൽ അവിടെ രാഷ്ട്രീയ, അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിലെ കമ്മിറ്റി അകത്തി ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിൽ ഇടപെടാറില്ല. ഞങ്ങൾ കേസിൽ പ്രതിയായ വക്കീലിനെ പിടിച്ച് ഗവൺമെന്റ് പ്രതിയാക്കിയില്ല. ഞങ്ങൾ പ്രതിയോടൊപ്പം യാത്ര ചെയ്തതുമില്ല. ഞങ്ങൾ പ്രതികളെ വിളിച്ച് സമ്മാനം വാങ്ങിച്ചില്ല. ഞങ്ങൾ ബ്രേസ്ലെറ്റ് കെട്ടിച്ചതുമില്ല. ഞങ്ങൾക്ക് ആർക്കും കയറാൻ വയ്യാത്ത സ്ഥലത്ത് ഞങ്ങൾ അവരെ കൊണ്ടുപോയതുമില്ല. മറുപടിയും പറയുന്നില്ല. ഞാൻ തിരിച്ചെത്താം ഇടവേള കഴിഞ്ഞ്. ശ്രീ രാജഗോപാൽ, SITയിൽ വിശ്വാസമുണ്ട് എന്ന് ആവർത്തിക്കുന്നവരാണ് ഇരുപക്ഷത്തും, LDFിലും UDFിലുള്ള നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കേസിന്റെ ഗതി ഏത് നിലയ്ക്ക് പോയാലും അതിൽ രാഷ്ട്രീയ സ്വാധീനം ആരോപിക്കാൻ കഴിയും. അങ്ങനെ പറയും. കക്ഷി രാഷ്ട്രീയത്തിന് ഉള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അവർക്ക് പരസ്പരം ഉന്നയിക്കാം. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതാണ്. അവരുടെ നിരീക്ഷണത്തിലാണ് അവർ ഓരോ തവണയും പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അത് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, SITക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫാക്ച്വൽ എറേഴ്സൊക്കെ ഒരുപാട് ആളുകൾ രാഹുൽ പോലും സംസാരിക്കുന്നുണ്ട്. ഈ വിചാരണ കോടതിയുടെ കാര്യം എത്ര തവണയായി പറയുന്നത്? കൊല്ലത്തെ ആ വിചാരണ കോടതി, പിന്നെ വിജിലൻസ് കോടതി തന്ത്രിയെ അങ്ങനെ കുറ്റവിമുക്തനാക്കി എന്നുള്ള പരാമർശം ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതവർ അതിനകത്തിൽ പരാമർശം അവിടെ നിന്നോട്ടെ, പക്ഷേ കേസിനെ ബാധിക്കരുത്. പക്ഷേ അത് സ്റ്റേ ചെയ്തിട്ടുണ്ട് ആ പരാമർശങ്ങളൊക്കെ. കാരണം അവർക്ക് അധികാരമില്ല, കീഴ്ക്കോടതിക്ക് അതിന് അധികാരമില്ല. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫാക്ച്വലായിട്ട് ഒരുപാട്. അതേപോലെ തന്നെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്ന് എടുത്ത സ്വർണം ശബരിമലയിലെ സ്വർണ്ണമല്ല, അവിടെ ഇരുന്ന ജുവലറി ഇരുന്ന സ്വർണ്ണം എടുത്തുകൊണ്ടാണോ പോയത്? എന്തടിസ്ഥാനത്തിലാണ് ഇത്? പോലീസല്ലേ ചെയ്യുന്നത്?
കേരള പോലീസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരല്ലേ ഇതൊക്കെ. നമ്മൾ വെറുതെ ബേസിലെസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് കേസിനെ വഴിതിരിക്കരുത്. എനിക്കിപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട സമയക്കുറവുള്ളതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലെ പ്രശാന്ത് ഉത്തരം പറയേണ്ട ഒരു കേസെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ദേവസ്വം മാനുവൽ അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ 23-ലെ നിർദ്ദേശങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അതൊക്കെ അറിയേണ്ട ആളാണ് അല്ലേ. പക്ഷേ 2024 പിന്നെ ജൂലൈ മാസം 4-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ ഒരു സർക്കുലർ കൃത്യമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം അന്ന് പ്രസിഡൻ്റായിട്ട് ഏതാണ്ട് 5-8 മാസം അല്ലേ 8 മാസം കഴിഞ്ഞപ്പോൾ ആ സർക്കുലർ വരുന്നത് ROC 71/21 പറഞ്ഞൊരു സർക്കുലറാണ് വരുന്നത്. അത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ അവിടുത്തെ സ്വർണ്ണ പറകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അതിനകത്ത് തിളക്കം മങ്ങി, അപ്പോൾ അത് വീണ്ടും പൂശുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സർക്കുലർ വന്നത്. ആ സർക്കുലർ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഈ പ്രശാന്തിനെ കാണിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്ന ഈ സർക്കുലറിൽ പറയുന്നത് ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിലെങ്ങും ഈ സ്വർണത്തിൻ്റെ ഒരിക്കൽ പൂശിയ ഇതിൽ വീണ്ടും പൂശാത്തക്ക രീതിയിലുള്ള കേപ്പബിലിറ്റിയുള്ള ഒരു സ്ഥാപനവും ദക്ഷിണേന്ത്യയിലില്ലെന്നാണ് പറയുന്നത്. ദക്ഷിണേന്ത്യയിലില്ലെന്നാണ് തിരുവാഭരണം കമ്മീഷണർ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ തിരുവാഭരണം കമ്മീഷണറെ 8 ദിവസം കൊണ്ട് തിരുത്തി. അത് തിരുവാഭരണം കമ്മീഷണർ അന്ന് കൊടുത്ത ഇത് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളാണ് എന്നെ തിരുത്തിയെന്നാണ്. അവരാണ് എന്നെ തിരുത്തിച്ചതെന്നാണ് പറയുന്നത്. 8 ദിവസം കൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനുള്ള കഴിവുണ്ടെന്നുള്ളത് തിരുത്തിച്ചു. അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാഴിയല്ല. ഇതിനൊക്കെ ഒരു സമാധാനം പറയേണ്ടി വരും. അദ്ദേഹം ഉത്തരം പറയേണ്ടി വരുന്ന കേസുകളാണിത്. പിന്നെ സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചില്ല എന്നുള്ളതിനും പറഞ്ഞ ന്യായം എന്താണ്? അദ്ദേഹത്തിനോട് ഞാൻ പിന്നെ ഇതെല്ലാം ഇളക്കി മാറ്റി കൊണ്ടുപോയ ശേഷം അദ്ദേഹത്തോടെ വിളിച്ചു പറഞ്ഞെന്ന് ഇങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് ആലോചിച്ച് നോക്കണം. 2025 ആലോചിച്ച് നോക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹം അവിടെ അവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, കൊണ്ടുപോകാൻ വരട്ടെ, അവിടെ വെക്കട്ടെ, ഞാൻ വന്ന് നോക്കിയിട്ട് എടുത്താൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ ഇളക്കിയെടുത്ത് കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതെല്ലാം അയച്ചേച്ച് എനിക്ക് റിപ്പോർട്ടിങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമർഷം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ദേഷ്യം അങ്ങനെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. ഹൈക്കോടതിക്ക് പിറ്റേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇന്നതുപോലെ വരെ ഈ എല്ലാ നിയമങ്ങളും എല്ലാ നിബന്ധനകളും എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത് അഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ കേസ് വരുന്നത്. പിന്നീടാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ ഇതിനോടൊപ്പം തന്നെ തുടർന്ന് വരികയും ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പിന്നെ ശബരിമല രാഷ്ട്രീയ ആരോപണങ്ങളും അതിൻ്റെ തുടർന്ന് വരുന്നുണ്ട്. അങ്ങനെയാണ് കേസ് വെളി വരുന്നത്. പിന്നെ അത് രാഷ്ട്രീയ ആരോപണങ്ങളായിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം ശരി അതെ ശ്രീ പഴകുളം മധു ഇതിലെ ശ്രീ PK ഗോപൻ പറഞ്ഞതിൽ തന്നെ ഉത്തരവുണ്ട്. അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കുഴപ്പങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ, ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്ന് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് വ്യക്തമല്ലേ? അവർ തന്നെ കുറ്റം സമ്മതിക്കുന്നു എന്നല്ലേ? അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ? പിന്നെ രാഷ്ട്രീയപരമായി നിയമസഭയ്ക്ക് അതും പുറത്തുമൊക്കെ CPM എടുക്കുന്ന നിലപാട് നമ്മുടെ ദൃഷ്ടിഗോചരമായി നമ്മൾ കാണുന്ന കാര്യം പോലും തെറ്റാണെന്ന് വിളിച്ചു പറയാൻ ഒരു ലജ്ജയില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM പാർട്ടി. അവരെത്ര നമുക്ക് എല്ലാ ജനങ്ങൾക്കും അറിയാം ഇപ്പം പകലാണെന്ന് അല്ലെങ്കിൽ രാത്രിയാണെന്ന് അറിയാം. അവർ നേരെ തിരിച്ചു പറയും. അവരുടെ കുറെ അണികൾ അത് അംഗീകരിക്കും. അങ്ങനെയാണ് അവരുടെ ശീലം. അതിലൊന്നും അദ്ദേഹം പറഞ്ഞത് പ്രതികളുടെ വക്കീലിനെ സർക്കാരിന്റെ വക്കീലാക്കി കേസ് കളിക്കാൻ പോയവരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. അങ്ങ് എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രതിയെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര നടത്തിയ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞങ്ങൾ സുതാര്യമാണ് സർ. ഏത് ദേവസ്വം ബോർഡ് അവിടെ അല്ല ഞാൻ പറയട്ടെ, ഏത് ദേവസ്വം ബോർഡ് അഴിമതി നടത്തിയാലും ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അല്ല കൊള്ളയടിച്ച ആളിനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് കൊള്ളയടിച്ച ആള് ഞങ്ങളുടെ ആരുടെ വീട്ടിൽ വന്നില്ല, പിണറായിയുടെ വീട്ടിൽ ചെന്നില്ല അവര്. അത് തന്നെ അത് കുറെ ഞാനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിണറായിയുടെ വീട്ടിൽ ചെന്നിട്ടില്ല. കൊള്ളയടിച്ച ആളൊക്കെ ചെന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വീട്ടില്ല. അവസാനം മുഖ്യമന്ത്രി കേസിൽ ഏത് ആളാണോ പ്രതിയായി നിൽക്കുന്നത് അവർക്ക് വേണ്ടി വാദിച്ച ആളിന്റെ കയ്യിൽ ഈ രേഖയെല്ലാം കൊടുത്തിരിക്കുക. ഈ രേഖയെല്ലാം ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. എന്നിട്ട് പറഞ്ഞ എന്താ, പ്രതികളുടെ ദൗർബല്യം അറിയാവുന്ന ആളാ വക്കീൽ, അതുകൊണ്ട് കേരളത്തിൽ നാണം കെട്ടി ഞങ്ങൾക്ക് ഇതിൽ മടിയിൽ കനലില്ല. ഒരു കാരണവശാലും അങ്ങേക്ക് സമയം തന്നല്ലോ. ഞങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ കുഴപ്പം കാണിച്ചതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിച്ച് അയാളെ ശിക്ഷിക്കണമെന്ന അഭിപ്രായ CPM-നുള്ളത്. അല്ല CPM ആരെ സപ്പോർട്ട് ചെയ്യാൻ പോയില്ല.
അങ്ങ് അവസാനം പറഞ്ഞുകൊണ്ട് വെച്ച് തന്നെ CPM-മാരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജയകുമാർ സാറിന്റെ ആരോപണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സുതാര്യമാണ് ഈ പ്രശ്നം. പ്രതികളായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. വളരെ നന്ദി ഡോക്ടർ PK ഗോപൻ, ശ്രീ പഴകുളം മധു MLA, ശ്രീ TK രാജഗോപാൽ, ശ്രീ രാഹുൽ ഈശ്വർ പങ്കെടുത്തത്.